സക്കാത്തിന്റെ കയറ് ബൈത്തുൽ മാലിലേക്ക് അടക്കാൻ ഒരു വിശ്വാസി ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി ആ കയറിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ള വിഷയമാണ്. നമസ്കാരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഒരു വിശ്വാസിയുടെ മനസ്സിൽ കയറേണ്ട വിഷയമാണ് സക്കാത്ത്, സദക്ക. അപ്പം അള്ളാഹു പറയുന്നു, വിശ്വാസത്തിന്റെയും കർമ്മപരമായ കാര്യങ്ങളുടെയും കർമ്മം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, മുത്തഖീങ്ങളായ ആളുകൾ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നവരാണ് ബിൽഗൈബ്, അദൃശ്യങ്ങളിൽ. അദൃശ്യമെന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹു, ആദ്യത്തെ അദൃശ്യം. രണ്ട് സ്വർഗം, നരകം, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, മലക്കുകൾ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള ദൃശ്യമല്ല. ഇതിലെല്ലാം വിശ്വസിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ പിന്നീടുണ്ടാവേണ്ടുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനം യുഖീമുന സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തും. പിന്നെയോ ഉമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിലും ചെലവഴിക്കും. അള്ളാഹു എവിടെയൊക്കെ ചെലവഴിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് നാം അവർക്ക് നൽകിയതിൽ നിന്നാണ്. ആരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതല്ല, കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാവില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, അവലം യഅലമു, അവർക്ക് അറിഞ്ഞൂടെ, അന്നല്ലാഹ യബ്സുത്തു റിസ്ക ലിമൻ യശാ, അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടുവോളം കൊടുക്കും. വയഖ്ദിർ, ചിലർക്ക് കൊടുക്കൂല, ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. അത് അവർ കാണുന്നില്ലേ? ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടതിൽ. ആ അള്ളാഹു ആണ് സമ്പത്ത് വീതിക്കുന്നത്. നഹ്നു ഖസംനാ ബൈനഹും, നാമാണ് അവർക്കിടയിൽ സമ്പത്ത് വീതിച്ചത്. അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട തീരുമാനിക്കുന്ന റബ്ബാണ്. ആര് കഠിനാധ്വാനം ചെയ്താലും മുക്കാലുണ്ടാവില്ല, അത് ആദ്യം അറിയണം. പക്ഷെ കയ്യിൽ തന്നാലോ അതിന് സക്കാത്ത് കൊടുത്തോളണം. അതാണ് ഉമ്മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ചെലവഴിച്ചോളണം. അതാണ് അള്ളാഹിന്റെ നിർദ്ദേശം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല, അത് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, വലൗ ബസത്തല്ലാഹു അർറിസ്ക, അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം പോലെ പണം കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ ലോകത്ത് ലബഗൗഫില്ലാർന്ന്, ഭൂമി കുട്ടിച്ചോറാവും. എന്താ പറഞ്ഞത്? മനുഷ്യന്മാർക്ക് എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ പണം കൊടുത്താൽ ഭൂമി കുട്ടിച്ചോറാവും. ഇപ്പോൾ കുട്ടിച്ചോറായില്ലേ? ഇപ്പം എല്ലാവരുടെ കയ്യിലും പണം ഉണ്ട് ഇല്ലേ? ആരുടെ കയ്യിലെ പൈസ ഇല്ലാത്ത? ചെറിയ 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ 1000-ന്റെയും 500-ന്റെയും ഒക്കെ നോട്ടുകളാണ്. ഒന്നിനും വിലയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, എന്ത്? നാം അവർക്ക് എല്ലാവർക്കും വേണ്ടുവോളം പണം കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ലബഗൗഫിൽ, ഭൂമിയിൽ അവർ നാശം വിതക്കും, ഭൂമി കുട്ടിച്ചോറാക്കും. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുത്തു. കേട്ടോ, എല്ലാവർക്കും കൊടുക്കൂല. കൊടുത്തതിന്റെ ഫലമാണുള്ളപ്പം. ഒരു ദിവസങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ദിവസമെങ്കിലും കൊലപാതകമില്ലാത്ത ദിവസം ഉണ്ടോ? ഒരു ദിവസമെങ്കിലും ആത്മഹത്യ ഇല്ലാത്ത ദിവസം ഉണ്ടോ? ഏതെങ്കിലും ഒരു ദിവസത്തിൽ 1 10 പിതാവിനെ കൊല്ലുന്നു മക്കൾ, മക്കളെ കൊല്ലുന്നു പിതാക്കൾ, ഭാര്യയെ കൊല്ലുന്നു ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്നു ഭാര്യ. ഒക്കെ എന്താ കാരണം? പ്രധാന കാരണം അല്ലാഹ് പറഞ്ഞതാ, എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സമ്പത്ത് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ വലൗ ബസത്തല്ലാഹു അർറിസ്ക ലിഇബാദി, സൂറത്ത് ശൂറ, വലൗ ബസത്തല്ലാഹു അർറിസ്ക ലിഇബാദി ലബഗൗ ഫിൽ അർള്, ഭൂമി കുട്ടിച്ചോറാവും. വലാകിൻ, എന്നാൽ യുനസ്സിലു ബി ഖദ്രിഹി മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ കണക്കനുസരിച്ച് എന്ത് കൊടുത്തു. കേട്ടോ, ഇന്നഹു ബി ഇബാദിഹി ഖബീറും ബസീർ, അള്ളാഹു തന്റെ ദാസന്മാരെ കുറിച്ച് ശരിക്ക് കണ്ടറിയണോനാ. ആർക്ക് കൊടുക്കണ്ടെന്ന് ശരിക്കും അറിഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കുക. കൊടുക്കുന്നതും അറിഞ്ഞിട്ടാണ്, കൊടുക്കാണ്ടിരിക്കുന്നതും അറിഞ്ഞിട്ടാണ്. അല്ലാതെ ഭാര്യ വലിച്ചിട്ട് കൊടുക്കുകയല്ല. ഭാര്യ വലിച്ച നിങ്ങളുടെ കയ്യിൽ പണം വന്നാ ഉണ്ടാകുക എന്താന്ന് പറഞ്ഞ് ലബഗൗഫില്ലാർന്ന്, ഭൂമി കുടിച്ചോറാവും. ഭൂമി കുടിച്ചോറാക്കിയില്ലേ? ആരാഞ്ഞ് കുടിച്ചോറാക്കാത്തത്? എന്താ കാരണം? സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് മുത്തക്കിയായിരിക്കും. ഓന്റെ കയ്യിൽ പണം കിട്ടിയ അവന് ധനം സക്കാത്ത് കൊടുക്കും. കാരണം അത് മുഴുവൻ ഓൻ്റെതല്ല. അതുകൊണ്ട് അള്ളാഹു എന്താ പറഞ്ഞത്? ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും മഹ്റൂമായ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരാൻ പ്രയാസമുള്ള ആളുകൾക്കും, മുതൽ തടസ്സപ്പെട്ട ആളുകൾ, അവർക്കും കൊടുക്കേണ്ടതാണ്. ഇത് എൻ്റെ ഓഹരിയാണ്. ഹക്കുൻ മാലൂം, നിർണിതമായ അവന്റെ ഹക്കാണ്. ആരുടെയും ഓശാരല്ല, സമ്പന്നന്റെ ഓശാരല്ല സക്കാത്ത്. അള്ളാഹ് പറഞ്ഞത് ഹക്കും മാലൂം, നിർണിതമായ അവന്റെ ഹക്കാണ്. നമ്മൾ പറയില്ലേ, എനിക്ക് എൻ്റെ ബാപ്പാന്റെ സ്വത്തിന് ഹക്കുണ്ട് പറഞ്ഞ അവകാശമാണ്. അതുപോലെ അവകാശമാണ് ആർക്ക്? അള്ളാഹ് പണം കൊടുത്തവനക്ക്. നയിച്ചാൽ കിട്ടൂല.
കിട്ടിയോൻ കൊടുത്തോളണം കേട്ടോ. അത് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നാൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളോ അവരെ പറ്റി അല്ലാഹ് പറഞ്ഞെന്താ, ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാത്ത് വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ. അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാ. അപ്പം ആദ്യം പറഞ്ഞ മുത്തഖീങ്ങൾ അടയാളം എന്താ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കും മുത്തഖീങ്ങൾ. അപ്പം പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ് ആര്? സക്കാത്ത് കൊടുക്കാത്തവർ. ഓർക്ക് പരലോകത്തിൽ വിശ്വാസമൊന്നുമില്ല, ഓർക്ക് ദുനിയാവിൽ വിശ്വാസമുള്ളൂ. ഓല് കൃത്യമായി സക്കാത്ത് കൊടുക്കൂല. ലോകാവസാനത്തിന്റെ അടയാളം എണ്ണിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, വ സക്കാത്തു മഹറമൻ, സക്കാത്ത് കടാവും, ആരും കൊടുക്കൂല. ആരുടെയും സക്കാത്ത് കൃത്യം ഉണ്ടാവില്ല, ഒക്കെ കടായിരിക്കും, ഓല് കൊടുക്കൂല. അത് എങ്ങനെ കൊടുക്കണം? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സക്കാത്ത് കൊടുക്കേണ്ട രൂപം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഏറ്റവും കൂടുതൽ പരിശുദ്ധ റമളാനിന്റെ 2 ഭാഗവും പിന്നിട്ടു, 3ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു. റസൂൽ എന്താ ചെയ്തത്? ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു പ്രവാചകൻ. റസൂലിനാണ് കൊടുക്കുക. മൗലവിമാരാർക്കും കൊടുക്കില്ലല്ലോ, പ്രസംഗിക്കലാണല്ലോ. മൗലവിമാരാർക്കും ഒന്നും കൊടുക്കില്ല എൻ്റെ അഭിപ്രായം. കൊടുക്കലുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഒരു പൊതുവെ തമിഴിൻ്റെ കൈക്കോട്ട് പോലെയാണ്, ഇങ്ങോട്ട് മാന്തല്ല, അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. ഒരു 90% ആളുകൾ. റസൂൽ അങ്ങനല്ല, അള്ളാന്റെ റസൂൽ വലിയ പണക്കാരനല്ല. എന്നാലോ ഖാൻ റസൂൽ അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠനാണ്. വ ഖാന അജ്വദുമാ യകൂന ഫി റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാമിനെ പരിശുദ്ധ റമളാനിൽ കണ്ടുമുട്ടുന്ന എല്ലാ ദിനരാത്രങ്ങളിലും, അതാണ് റസൂൽ പറയുന്നത്, വക്കാന ജിബ്രീൽ യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. എല്ലാ രാവിലും പകലിലും അള്ളാന്റെ റസൂല് ജിബ്രീലിനെ കണ്ടുമുട്ടും. അങ്ങനെ ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന എല്ലാ രാവിലും പകലിലും അള്ളാന്റെ റസൂൽ അജ്വദായിരുന്നു. അജ്വദ് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ധർമ്മിഷ്ഠൻ കേട്ടോ. എന്ത് പറയാ, എന്തിനാണ് എല്ലാ രാവും പകലും ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലിനെ കണ്ടുമുട്ടുന്നത്? ഫയുദാരിസുൽ ഖുർആൻ, ഖുർആൻ പരിശോധിക്കാൻ. അങ്ങനെ ഖുർആൻ മുഹമ്മദ് നബി പഠിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ. നമ്മളെ പരിശോധിക്കാൻ ആരും വരാത്തതുകൊണ്ട് നമ്മൾ ഖുർആൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ ഖബറിനല്ലേ അറിയുള്ളൂ. അതുവരെ ഇങ്ങനെ കടലാസിൽ പോയിട്ടോ, ചിലവരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നല്ല കാണാൻ റങ്കുള്ള മുസ്ലിഫീറ്റാണ് വരിക, ഓതാനല്ല. ചിലപ്പോൾ എനിക്ക് ആർക്കെ കൊടുക്കാനായിരിക്കും, നല്ല റങ്കുള്ള ചൊങ്കുള്ള അല്ലേ, ചുറുക്കുള്ള നല്ല ഗോൾഡൻ ഇതുകൊണ്ടൊക്കെ പ്രിന്റ് ചെയ്ത അൽ ഖുർആൻ കരീം എന്നൊക്കെ അഴിച്ചുള്ള, അതുപോലെ നല്ല കവർ ഇതൊക്കെ ഇറ്റാ വരിക. അല്ലാണ്ട് മൂപ്പർക്ക് പഠിക്കൂല, മൂപ്പർ മരിക്കുന്നതുവരെ ഓതുമില്ല. എന്നാ പോരെ, എന്നാലോ നോമ്പ് വിൽക്കും ചെയ്യും. അതാ പറഞ്ഞ് ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നത് ഖുർആൻ പരിശോധിക്കാനാണ്. ഫൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഖ ജിബ്രീൽ അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. അള്ളാന്റെ റസൂൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന റമളാന്റെ രാപ്പകലുകളിൽ അദ്ദേഹം അജ്വദ ബിൽ ഖൈർ, സദക്ക കൊടുത്തുകൊണ്ടേയിരിക്കും. മിനൽ റീഹിൽ മുർസല, ആഞ്ഞു വീശുന്ന കാറ്റിനേക്കാൾ ധൃതിയിൽ, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധൃതിയിൽ അള്ളാന്റെ റസൂൽ സദക്ക കൊടുക്കുക. അത് ഞാൻ പ്രസംഗിച്ചാൽ മതിയോ? എൻ്റെ ഇതിന് ഞാൻ കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പോഴേ ഇത് എന്താവുള്ളൂ, പ്രാവർത്തിയാവുള്ളൂ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ കൊടുക്കണം കേട്ടോ. ഇനിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനുൽ സക്കാത്ത് യൗമുൽ ഖിയാമത്തി ഫിന്നാർ. സക്കാത്ത് കൊടുക്കാതെ ഭൂമിയിൽ നിന്ന് മരിച്ചു വീണ ആരായാലും ഫിന്നാർ എന്നറിയത്തില്ല. ഉറപ്പിച്ചു പോയിക്കോളി, ഉറപ്പിച്ചു പോകാൻ മതി. സക്കാത്ത് കൊടുക്കാണ്ട് ആര് ഭരിച്ചിട്ടുണ്ടോ ഫിന്നാർ എന്നറിയത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ വലിയ മലയാളിമാരെ സക്കാത്ത് കൊടുക്കണ്ട, അവനെന്നല്ല. നിങ്ങളുടെ കയ്യിൽ 1 കോടി ഉറുപ്പ്യണ്ടേ എത്ര കൊടുക്കേണ്ടുള്ളൂ? 1 കോടി ഉറുപ്പ്യ കയ്യിലിരിപ്പുള്ള 2.5 ലക്ഷം കൊടുക്കേണ്ടുള്ളൂ. 1 കോടി ഉറുപ്പ്യക്ക് 2.5 ലക്ഷം കൊടുക്കണ്ടോ അല്ലേ? എന്നാ 1 കോടി ഇല്ല, 1 ലക്ഷം ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ സക്കാത്തിന്റെ മുതൽ എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായ ഞാൻ അപ്പം കൊടുക്കണം, കയ്യിലുണ്ടായ ഉടനെ. ഇനിയോ 1 കൊല്ലം ഞാൻ ജീവിച്ചു, എൻ്റെ മക്കളെ പഠിപ്പിച്ചു, എൻ്റെ രോഗം ചികിത്സിച്ചു, എൻ്റെ ഭാര്യൻ്റെ രോഗം ചികിത്സിച്ചു, എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്തു, ഒക്കെ ചെയ്തിട്ട് ബാക്കിയാ പിന്നെയും അടുത്ത കൊല്ലം. അപ്പം പിന്നെയും സക്കാത്ത് കൊടുക്കണം, മനസ്സിലായി? പിന്നെയും അതുപോലെ തന്നെ അടുത്ത കൊല്ലം ഞാൻ സക്കാത്ത് കൊടുത്ത മുതലിന് ഇനിയും സക്കാത്ത് കൊടുക്കണം. എന്താ കാരണം? 1 കൊല്ലം വീണ്ടും എൻ്റെ കയ്യിൽ ബാക്കിയായി, അപ്പോൾ കൊടുത്തോളണം. ഇത് കൊടുക്കാണ്ട മരിച്ചാൽ ഉറപ്പിച്ചോളി ഫിന്നാർ അറിയത്തില്ല. ധാരാ പറയുന്നത് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത, അള്ളാന്റെ വഹി പ്രകാരം സംസാരിക്കുന്ന റസൂൽ പറയുന്നു, മാനിയുൽ സക്കാത്ത്, സക്കാത്ത് തടഞ്ഞു വെച്ചവൻ യൗമൽ ഖിയാമത്തി ഫിന്നാർ, പരലോകത്ത് നരകത്തിലായിരിക്കും. പിന്നെ എന്ന് മാത്രമല്ല,
അതിന്റെ പ്രത്യേക വേറൊരു ഗുണം കൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ റസൂൽ പറയാൻ ഇന്ന സദഖല്ലു തുത്ഫി നഹ്ലിഹ ഹറൽ ഖുബൂർ, ഖബറിന്റെ ചൂടിൽ നിന്ന്, ഖബറിലെ നരകത്തിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു തണലേകും, ഒരു കുറച്ചുകൂടി സഹായം നൽകും. ഇവിടെ ഈ സക്കാത്തിന്റെ പ്രതിഫലം കാരണത്താൽ, സക്കാത്തിന്റെ പ്രതിഫലം കാരണത്താൽ മയ്യത്ത് ഖബറിൽ വെച്ചാൽ നരകത്തുനിന്ന് വരുന്ന ചൂടിൽ നിന്ന് അല്ലാഹു സംരക്ഷണമേകും. ഇത് വെറുതെ കൊടുക്കല്ല. ഇപ്പൊ കൊടുക്കാൻ മടിയുണ്ടാവും. പൈസ അങ്ങനെ എടുക്കുമ്പോഴേ എണ്ണുമ്പോൾ എൻ്റെ റബ്ബതെല്ലാം കൂടി കൊടുത്താൽ അപ്പം നാളെ ഞാൻ ദരിദ്രനാകുമോ എന്നുള്ള പേടി വരും. ഇത് ഷെയ്ത്താൻ അങ്ങനെ, ഇന്ന ഷെയ്ത്താൻ യഇദുകുമുൽ ഫഖർ, പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യും. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ എൻ്റെ മക്കൾക്കാരും ഉണ്ടാവും കേട്ടോ, ഇപ്പൊ കൊടുത്തോലാരും വാങ്ങിയോലാരും അന്നെ സഹായിക്കില്ല എന്നൊക്കെ പലജാതി ന്യായവും പറഞ്ഞു തരും. നമ്മൾ കൊടുത്തോൽ സഹായിക്കാൻ വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നതിനാ ഒന്ന് ഖബറിലെ ചൂടിൽ രക്ഷപ്പെടാൻ. റസൂൽ പറയുന്നു വഇന്നമാ യസ്തലില്ലുൽ മുഅ്മിൻ യൗമുൽ ഖിയാമത്തി ഫീ ലില്ലി സദഖത്തി, നാളെ പരലോകത്ത് ഒരു ചാൺ മുകളിൽ മഹ്ശറയിൽ മനുഷ്യന്മാർ അങ്ങേയറ്റം വിയർപ്പിൽ കഴിയുന്ന ആ ചുട്ടുപെരുത്ത ആ സന്ദർഭത്തിൽ ഇന്നമാ യസ്തലില്ലുൽ മുഅ്മിൻ, വിശ്വാസിക്ക് തണലേകും യൗമുൽ ഖിയാമത്തി. എന്താ കാരണം? ഫീ ലില്ലി സദഖത്തി, അവന്റെ ദാനധർമ്മങ്ങളുടെ തണൽ അനുഭവിക്കും. ആര്? ഇപ്പൊ സക്കാത്തും സദ്യയോ കൊടുക്കുന്ന ആളില്ലേ, അവൻ വെറുതെ കൊടുക്കല്ല. ഒന്ന് ഖബറിന്റെ രക്ഷപ്പെടാം, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ചൂടിൽ നിന്ന്. പിന്നെ നാളെ പരലോകത്ത് ഒരു ചാൺ മുകളിൽ ഭൂമി സൂര്യൻ വെന്തിങ്ങനെ ഉരുകുമ്പോൾ ആ സന്ദർഭത്തിൽ തണൽ ലഭിക്കും. തീർന്നില്ല. ഇന്ന സദഖത്ത തുത്ഫിഉ ഗളബർ റബ്ബ്, റബ്ബിന് നിങ്ങളോട് എപ്പോഴെല്ലാം ദേഷ്യമുണ്ടായിട്ടുണ്ടോ ആ കോപം തണുപ്പിക്കും. പലപ്പോഴും റബ്ബിന് നമ്മളോട് കോപം ഉണ്ടാവും അല്ലേ? അതെന്താ? ഒന്ന് ചെയ്യാത്ത കാര്യം പറയുക, അത് അള്ളാഹ്ക്ക് ഭയങ്കര അല്ലെ, കെബറ മക്കത്തന്നെ എന്തല്ല, അള്ളാഹ്ക്ക് ഭയങ്കര കോപ. അതുപോലെ മാതാപിതാക്കളെ ദ്രോഹിക്കുക, മരണം വരെ കള്ളുടിച്ചോ, ഇവനോടൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര കോപ. റസൂല പറഞ്ഞിട്ടുണ്ട് 4 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പൊറുക്കൂല. അതിൽ 4 വിഭാഗത്തിൽ ഒന്ന് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ്. ഒരു നോമ്പ് തൊട്ടും കാര്യമില്ല, തക്കാത്തൊട്ടും കാര്യമില്ല, ഒന്നും കിട്ടും കാര്യമില്ല. മാതാപിതാക്കളെ വേദനിപ്പിച്ചവനക്ക് അള്ളാഹു മാപ്പ് കൊടുക്കൂല. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പോലും 1000 മാസത്തേക്കാൾ പുണ്യം ലഭിക്കുന്ന ഈ മാസത്തിൽ പോലും അള്ളാഹു പൊറുക്കാത്ത വിഭാഗം ആളുകളാണ് മരണം വരെ മദ്യപിച്ചവർ. മുദ്മിനുൽ ഖംർ ഷാഹിൻ, ആരാ? സുഹൃത്തുക്കളായി നടക്കുന്ന ആളുകളെ വേദനിപ്പിക്കുക, കൂട്ടുകാരായി നടക്കുക, എന്നിട്ട് ഓനക്ക് പണി കൊടുക്കുക. ഓനക്ക് അള്ളാഹു മാപ്പ് കൊടുക്കൂല കേട്ടോ. മാതാപിതാക്കളെ ദ്രോഹിക്കുക, പലിശ മുതൽ തിന്നുക, ഇതൊക്കെ ഇപ്പം സർവ്വസാധാരണമാണല്ലോ. അല്ല മാപ്പ് തന്നില്ലെങ്കിൽ മേളില നമുക്ക് 24 മണിക്കൂറും ബാങ്ക് മാനേജർ വിളിക്കുക ലോണ് വേണോന്ന്. ചിലവർ പറയാ നിങ്ങൾ കാറ് വേണോ, ലോൺ നമ്മൾ ഇരിയായി തരാ. എന്താ ലോൺ നമ്മൾ വാങ്ങിത്തരാം നിങ്ങൾക്ക്. ഇപ്പം നരകത്തിന്റെ വിറക് കൊള്ളി അട്ടിയേക്കുക. ഓനും ഉണ്ടാവും നോമ്പ് കൊടുക്കാൻ, ഓൻ തന്നെ ഉണ്ടാവും ഒത്തായത്തിന്, ഓൻ തന്നെയാണ് സദഖ കൊടുക്കാൻ, ഓൻ തീത് കൊടുക്കും. പക്ഷെ അല്ല സ്വീകരിക്കൂല. അല്ല പറഞ്ഞെന്താ? ലാഖ് യഖ്ബലുല്ല സദഖത്തൻ, അല്ല സദഖ സ്വീകരിക്കൂല. മിൻ ഗുലൂൽ, നിങ്ങൾ വഞ്ചിച്ചെടുത്ത മുതലിന് നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അല്ല സ്വീകരിക്കൂല. പറ്റിച്ചെടുത്ത മുതലില്ലേ, അല്ല ഇഷ്ടപ്പെടാത്ത മുതൽ, ആ മുതൽ നിങ്ങൾ സദഖ സക്കാത്ത് കൊടുത്ത കാര്യമില്ല, അത് അല്ല സ്വീകരിക്കൂല എന്ന് റസൂൽ തീർച്ച പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് സക്കാത്ത് റസൂല്ല അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധൃതിയിലായിരുന്നു അള്ളാഹിന്റെ പ്രവാചകൻ സക്കാത്ത് കൊടുത്തത്. അതുപോലെ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാത്ത ആളുകൾ പരലോകത്ത് നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ഖബറിലെ ചൂടിൽ നിന്ന് സംരക്ഷണമേകാൻ, സുരക്ഷയാകാൻ ദാനധർമ്മം നമ്മളെ സഹായിക്കും. വഇന്നമാ യസ്തലിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി ഫീ ലില്ലി സദഖത്തി, നാളെ പരലോകത്ത് എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ സദക്കയും സക്കാത്തും കൊടുത്ത മനുഷ്യൻ അതിന്റെ തണലിലായിരിക്കണം. 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞില്ലേ, സുബൈത്തുൻ യുലില്ലുഹുമുല്ലാഹ്, അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും പരലോകത്ത്. അതിലൊന്നാരാ? ഒന്ന് സദക്ക കൊടുത്തവനാ. എങ്ങനെ കൊടുക്കണം? ആരോടും പറഞ്ഞില്ല. എൻ്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയരുത്. ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ കൊടുക്കണമെന്നാന്ന് പറയും അല്ലേ? ലാ തുബത്തിലു സദക്കാത്തിക്കും ബിൽമഞ്ഞി വല്ലാതാ, എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വാങ്ങിയവനെ വേദനിപ്പിച്ചിട്ടോ സദക്ക കൊടുത്താവും സ്വീകരിക്കൂല. അതൊക്കെ ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് പരിപൂർണമായും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം കേട്ടോ. അപ്പോൾ ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്ന സദക്ക
തുത്ഫിയു ഗളബർ റബ്ബ്, റബ്ബിന്റെ കോപം അല്ലാഹു ഇല്ലാതെയാകും. പിന്നെ തദ്ഫഉ മീതത്തസു, ദാനധർമ്മം നിർവഹിക്കുന്ന വ്യക്തികൾക്ക് അപകട മരണത്തിന് അല്ലാഹു സംരക്ഷണം നൽകും. അങ്ങനെ അപകട മരണേ എന്ന് പറഞ്ഞാൽ മീതത്തസു അപമൃത്യു അല്ലേ, നമ്മൾ സാറിന് അതിന് അർത്ഥം പറയാം, സങ്കടകരമായ പ്രയാസപ്പെടുത്തുന്ന ചതച്ചരച്ച് കളയുന്ന മരണത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. ചെറിയ പ്രതിഫലമൊന്നുമല്ല പറഞ്ഞ് കേട്ടോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയോ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ സക്കാത്തും സദക്കയോ കൊടുക്കേണ്ടത് നമ്മളെ ബന്ധുക്കൾക്കല്ലേ? അങ്ങനെയല്ല അല്ല പറഞ്ഞത്. ശരിയാണ്, അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആർക്കാ? ഖറാബത്തിനാ, അടുത്ത ബന്ധുക്കൾക്കാ അല്ലേ? അടുത്ത ബന്ധുക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത്. അടുത്ത ബന്ധുക്കൾ കട്ടപ്പെടുകയും നാട്ടിലുള്ള എല്ലാവർക്കും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ സക്കാത്താവില്ല. ആദ്യം അടുത്ത ബന്ധുത്വത്തിലുള്ള ആളുകൾക്ക് കൊടുക്കണം. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറഞ്ഞോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ആർക്ക് കൊടുക്കും? ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളുകൾ ആർക്കാ? അവരുടെ ബന്ധുക്കൾക്കാ, അക്രബുകൾക്ക്. അതല്ല തീർത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ സക്കാത്തൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ പുറത്തുള്ള ആൾക്കാർ കൊടുക്കുക. കാരണം ഓരേ നമ്മളെ പറ്റി എന്തേ പറയുള്ളൂ. നമ്മളെ കുടുംബക്കാർക്ക് കൊടുത്താലോ അവർ യഥാർത്ഥത്തിൽ നമ്മളെ കുറ്റേ പറയുള്ളൂ. നമ്മൾ നോക്കേണ്ടി. ബന്ധുക്കൾക്ക് കൊടുത്താലേ എന്തുകൊണ്ടല്ല പറഞ്ഞത്, വാത്തിദൽ ഖുർബ ഹക്കഹു വൽ മിസ്കീൻ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കാണ് കൊടുക്കേണ്ടത്. ആത്തിദൽ ഖുർബ ഹക്കഹു, അവൻ്റെ ഹക്ക കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ മുതലല്ല, അത് നിങ്ങൾ ഓൻ്റെ അവകാശം കൊടുക്കുന്നത്. അവകാശം കൊടുത്തു തീർക്കാണ്ട് പോയാൽ ഇടങ്ങറാവും. അതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുക, ഒരു മിസ്കീൻ പാവങ്ങൾക്കും. അപ്പം അടുത്ത ബന്ധുക്കൾ ചിലപ്പം നമ്മളോട് മിസ്കീനാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓല് നിങ്ങളുടെ ഇടയിൽ വാലാട്ടി വരണ്ട, നിങ്ങൾ കൊടുത്താൽ വേണ്ടി എന്ന് ഖുർആൻ സൂറത്ത് ഇസ്രാ പറഞ്ഞു. ഫാത്തിദൽ ഖുർബ ഹക്കഹു വൽ മിസ്കീൻ സൂറത്ത് റൂമിലും പറഞ്ഞു. നിങ്ങൾ അടുത്ത ബന്ധുക്കൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്താ അറിയോ, ഇന്ന സദക്ക അലൽ മിസ്കീൻ സദക്ക. സാധുക്കൾക്ക് നിങ്ങൾ ദാനധർമ്മം നിർവഹിച്ചാൽ ഒരു ദാനധർമ്മയാവും, ഒറ്റ ദാനധർമ്മയാവുള്ളൂ. എന്നാലോ വൈനഹാല ദിർറഹിൻ, നിങ്ങൾ രക്തബന്ധമുള്ള കുടുംബത്തിന് കൊണ്ടുപോയി കൊടുത്താൽ ഇസ്നത്താൻ 2 പ്രതികളുണ്ടാവും. അതെന്താ? ഒന്ന് സദക്കത്തുൻ, സദക്ക കൊടുത്തതിൻ്റെ കൂലി ഉണ്ടാവും. സിലത്തുൻ, രക്തബന്ധം ചാർത്തിയ കൂലി ഉണ്ടാവും. 2 കൂലിയായി. രക്തബന്ധം ചാർത്തിയ കൂലിയും കിട്ടി, അതോടൊപ്പം നമ്മൾ സദക്ക കൊടുത്ത കൂലിയും കിട്ടി. അതുകൊണ്ട് സ്വന്തം ബന്ധത്തിനാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ അറിയേണ്ടത്, സാധാരണ ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ കൊടുക്കാൻ പാടില്ലാത്ത ബന്ധുക്കളുണ്ട്. അതാരൊക്കെ? അതൊന്ന് നമ്മൾ ബാപ്പ മോൻക്ക് കൊടുക്കുക. ബാപ്പൻ്റെ സക്കാത്ത് മോൻക്ക് കൊടുക്കുക പറ്റില്ല, അത് വീട്ടൂലെന്നാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതാ. ലാ യൂത്തി സക്കാത്ത്, സക്കാത്ത് അങ്ങനെ കൊടുത്താൽ വീടൂല. ഇമാം മാലിക് പറയാം. ഇത് ബാപ്പ മോൻക്ക് കൊടുക്കുക, മോന് ബാപ്പക്ക് കൊടുക്കുക, ആങ്ങളെ പെങ്ങൾക്ക് കൊടുക്കുക, പെങ്ങൾ ആങ്ങൾക്ക് കൊടുക്കുക, ഇതൊന്നും വീട്ടാത്തതാ കേട്ടോ. ലാ യൂറ്റി അഹദമിൻ അക്കാരിബിക്ക മിമ്മൻ തെൽസമുക്ക നഫക്കത്തൻ, അതിൻ്റെ ഹുക്കുമിതാണ്. നീ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ആർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നീ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടൂല. അങ്ങനെ മനസ്സിലായോ? ഞാൻ നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത്, എൻ്റെ ഫണ്ട്, എൻ്റെ ചെലവ് കൊടുക്കേണ്ട ആരാ? ഒന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണം അല്ലേ, എൻ്റെ മക്കൾക്ക് കൊടുക്കണം, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം അല്ലേ, അവർക്കൊന്നും ഞാൻ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതല്ലാത്തവരാണ് ആര്? ബന്ധുക്കൾ. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാതാ വലദഹു വാലിദൈഹി, മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, വാലിദൈഹി മാതാപിതാക്കൾക്ക് പറ്റൂല, വല യൂത്തി വലതൽ വലത്, മോൻ്റെ മോൻക്ക് കൊടുക്കുക, അതും പറ്റില്ല, അതൊന്നും സക്കാത്ത് വിടൂല. നിങ്ങളെ മോൻ്റെ മോൻക്കൊക്കെ ചെലവിന് കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, ഓൻ കഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ സക്കാത്തിൻ്റെ മുതൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. എന്നാലോ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വേറെയുമുണ്ട്. അതാരാന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിന് കൊടുക്കുക, കഴിവില്ലാത്ത ഭർത്താവിന് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കുക. ഭാര്യൻ്റെ അടുത്തും സ്വർണ്ണമുണ്ട്, സക്കാത്തിൻ്റെ നിസാബ് തേങ്ങ 10 അരക്കാലുണ്ട് കയ്യിൽ. ഇപ്പോൾ 10 അരക്കാലൊക്കെ പാവങ്ങളുടെ ടൈമിലാണ്. ഇപ്പോൾ സാധാരണക്കാരുടെ കയ്യിലൊക്കെ 100 പവനൊക്കെ അല്ലേ. സത്യത്തിൽ ചില പിയ്യാപ്പിളാരൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഓൻ നേരിട്ട് നരകത്തിലേക്കുള്ള വിസ അടിച്ച് പോണ മാതിരിയാണ് കല്യാണത്തിന് വരിക. ഒരു കൂട്ടും മൂപ്പര് നരകത്തിന് രക്ഷപ്പെടാനുള്ള കൂട്ടിട്ടാ വരിക. ഓള് കുത്തിരിക്കുന്നുണ്ടോ 100-150 പവൻ്റെ പണ്ടം തലയിൽ കയറ്റിയിട്ടാണ്.
കഴുത്തിലല്ല, തലേ കയറ്റിയത്. എന്താ അതിൻ്റെ ഒക്കെ? അതാ പറഞ്ഞില്ല, ബഗൗഫിലറിൽ ഭൂമിയിൽ അക്രമം ഉണ്ടാവും. അതാ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്ത്? നമ്മൾ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? ഭർത്താവിന് കൊടുക്കാം. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബ് വന്നു. സൈനബ് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കാൻ നിസാബായിട്ടുണ്ട്. അതായത് 10 അരക്കാൽ സ്വത്തിൻ്റെ സ്വർണ്ണം എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ സക്കാത്തിന് നിസാബായി, അത് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് ഫസാമ ഇബ്നു മസ്ഊദ് അന്നഹു വലദഹു അഹഖ മിൻ തസദ്ദഖ്ത, ഞാൻ തസദ്ദഖ്തു ബി അലൈഹിം, ഞാൻ സദക്ക കൊടുക്കേണ്ടത്, ദാനധർമ്മം നിർവഹിക്കേണ്ടത് ആദ്യം കൊടുക്കേണ്ടത് എൻ്റെ ഭർത്താവിനും എൻ്റെ മോൻക്കുമാണെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വാദിക്കുന്നത്. അവൻ ചെയ്യാൻ പറ്റുമോ? മോൻക്കും ഭർത്താവിനാണ് കൊടുക്കേണ്ടത്, എൻ്റെ ഭർത്താവ് ബാധിക്കുന്നത്. എന്തിന്? സ്വർണത്തിൽ സക്കാത്ത്. ഫഖാൽ റസൂലുള്ളാഹി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദക്ക ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ്. സൗജിക്കി വലതുക്കി അഹഖു മിൻ തസദ്ദഖ്ത ബിഹി അലൈഹി, നീ കൊടുക്കേണ്ടത് അവർക്കാണ്, ആദ്യം സദക്ക കൊടുക്കേണ്ടത് അവർക്കാണ്. മനസ്സിലായി? ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാം, പക്ഷെ ഭർത്താവിന് ഭാര്യ കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? ഭാര്യന്റെ ചെലവിന് നടത്തേണ്ട ബാധ്യത ആർക്കുള്ള? ആർക്കാണോ ചെലവിനെടുക്കൽ ബാധ്യത ഉള്ളത് അവർക്ക് വെക്കാതെ കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ആർക്കില്ല? ഭാര്യയ്ക്കില്ല. അതുകൊണ്ട് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? മുതലുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട ഭർത്താവിന് സക്കാത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലാ യൂത്തി സൗജത്തഹു മിന സക്കാത്തി ലിഅൻ നഫഖതഹ വാജിബ, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഹുക്മ് പറഞ്ഞ എന്താ പറയുക? ലാ യൂത്തി സൗജത്തഹു, ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല മിന സക്കാത്തി, സക്കാത്തിൽ നിന്ന് ലിഅന്ന നഫഖതഹ വാജിബ, അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ഇത് വാജിബാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ഈ ആൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭർത്താവ് സക്കാത്തിന്റെ പൈസ ആർക്ക് കൊടുക്കാൻ പാടില്ല? ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല. എന്നാൽ ഭാര്യൻ്റെ അക്കാൻ്റെ മുതലോ ഭർത്താവിന് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സക്കാത്ത് സമ്പൂർണ്ണമായും കൊടുത്തുകൊണ്ടാണ് പോകേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ആ നിലക്കാണ് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? മാ നഖസ സദഖത്തു മിമ്മാൽ, ആര് സക്കാത്ത് കൊടുത്താലും ഓൻ്റെ പൈസ കുറയില്ല. ഇത് നിങ്ങൾ നോക്കേണ്ടി. നേരെ മറിച്ച് യുർബി സദക്കാത്ത്, സക്കാത്ത് കൊടുത്ത പൈസ അള്ളാഹു വർദ്ധിപ്പിക്കും. എന്നാലോ യംഹഖുർ റിബ, പലിശക്ക് വാങ്ങിയാലോ വാങ്ങുകയോ കൊടുക്കുകയോ നശിപ്പിക്കും. യംഹഖുല്ല റിബ, പലിശ അള്ളാഹു നശിപ്പിക്കും. ഏത് കുടുംബത്തെ ഇപ്പോൾ കണ്ടോ, ഒരു കുടുംബത്തിലുള്ള 5 ആൾ ഒരു അഫാൻ എന്ന് പറഞ്ഞാൽ 23 നേരം കൊന്നു. എന്താ കാരണം? കംപ്ലീറ്റ് പലിശയുമായി ബന്ധപ്പെടാൻ ആര് തുടങ്ങിയാലും ഓൻ നശിച്ചതാണ്. അവൻ അള്ളാഹ് നശിപ്പിക്കും. എല്ലാവരും പറയാൻ എന്താ അറിയോ? പലിശന്റെ പൈസ കൊണ്ട് എത്രയോ പൈസക്കാരായില്ല, ആരും ആവില്ല, എല്ലാം നശിക്കുക, അള്ളാഹ് നശിപ്പിക്കുക. അതുകൊണ്ട് ദാനധർമ്മം അള്ളാഹു വർദ്ധിപ്പിക്കുകയും അത് കൊടുത്താൽ കൂടുക ചെയ്യുള്ളൂ കേട്ടോ, ഒരിക്കലും കുറയില്ല. അപ്പോൾ അവനവന്റെ സ്വന്തം ബന്ധുക്കല്ല കൊടുക്കേണ്ടത്. ഇനിയോ ഒമാ അംഫക്തുൻ ഫഹുവ യുഖ്ലിഫു, എന്ത് നിങ്ങൾ സക്കാത്ത് കൊടുത്താലും പകരം അള്ളാഹ് തരും. ദുനിയാവും തരാം, അല്ല ആഖിറത്തും തരും. രണ്ടാലൊരു സ്ഥലത്ത് അള്ളാഹ് തരും, ഉറപ്പാണ്. അതല്ല പറയുന്നത്. ഒമാ അംഫക്തും ഫഹുവ യുഖ്ലിഫു, അവൻ പകരം തരും. എത്ര അയൽവാക്കിയോ അതിന് പകരം അള്ളാഹു സ്വർഗം തരും കേട്ടോ. അങ്ങനെ സക്കാത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒമൻ അൽത്താഹ മൂത്തജിറൻ ഫലഹു അജ്റുഹു, പ്രതിഫലം ആഗ്രഹിച്ചു, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അവനക്ക് പ്രതിഫലം ഉറപ്പാണ് കേട്ടോ. സക്കാത്ത് കൊടുക്കാണ്ട് പിരിയരുത്. സമ്പത്ത് കുമിച്ചു കൂട്ടണ്ട, ഒരു കാര്യമില്ല, നിങ്ങൾക്കും കാര്യമില്ല. നിങ്ങളെന്താ പറഞ്ഞ? ഒരാൾക്ക് യഥാർത്ഥത്തിൽ എന്താ ഇപ്പം ജീവിതത്തിൽ പൈസ കോടിക്കണക്കിന് ഉറുപ്പ്യ ബാങ്കിലുണ്ട്, അപ്പോൾ എന്ത് ചെലവാക്കും? ഒന്നും ചെലവാക്കാൻ കഴിയില്ല. ഇപ്പം അവസാനം എന്തായിരുന്നു അറിയോ? എല്ലാവരും കൂടി ടൂർ പോവുക, എന്തെങ്കിലും ഒന്ന് കാട്ടണ്ടേ പൈസ. സദക്ക കൊടുക്കൂല, സക്കാത്ത് കൊടുക്കൂല, പാവപ്പെട്ടവൻ്റെ പ്രശ്നം പരിഹരിക്കൂല. ഓനും അവൻ്റെ ഫാമിലിയും കൂടി ലണ്ടൻ, അമേരിക്ക, റഷ്യ ഒക്കെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും കൊണ്ടുപോവുക. ഹജ്ജിനിട്ട് പോവില്ല. ഹജ്ജിന് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പോവും. ഇനി അത് മതിയായി, അവിടുത്തെ മതിയായി, അവിടെ കണ്ട് മതിയായിരിക്കും. അവിടെ മൂപ്പര് കാണാൻ പോയതേ, ഇബാദത്തിന് പോയതല്ല, അതുകൊണ്ട് വേഗം എടുത്തു. നേരെ മറിച്ച് പിന്നെ റഷ്യയിലാണ്, ചെക്കോസ്ലാവാക്യ അല്ലേ, അങ്ങനെ എവിടൊക്കെയാണോ സുഖവാസ കേന്ദ്രം അവിടെയൊക്കെ മൂപ്പര് പോവും. അപ്പോൾ അതിനൊക്കെ പൈസ ചെലവാക്കും. അതാ അതിനൊന്നും പകരണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ പറയാണ്, വല്ലദീന യക്നിദൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും സംഭരിച്ചു വെച്ചു, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാണ്ട് മരിച്ചാൽ ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഉണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചാളി. ഖുർആൻ സൂറത്ത് തൗബയിൽ
യൗമ യുഹ്മ അലൈഹ ഫീനാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വലുഹൂറും. അള്ളാഹു പറയുന്നു, സക്കാത്ത് കൊടുക്കാത്ത മുതൽ മരിച്ചു പിരിഞ്ഞു ഈ മനുഷ്യൻ. സക്കാത്ത് കൊടുക്കാത്ത മുതൽ ഭൂമിയിൽ ബാക്കി വെച്ച് മരിച്ച്, ഭൂമിയിൽ ബാക്കി വെച്ച അയാൾ മരിച്ചത്, സക്കാത്ത് മുഴുവൻ കൊടുത്തില്ല. ആ പണം നരകാഗ്നി കൊണ്ട് പ്രത്യേകതരം ഉടയാടകൾ അണിയിക്കും അള്ളാഹു അവനെ, കണ്ടാഭരണം അണിയിക്കുന്നവരന്. തുക്വാ ബിഹാ ജിബാഹും ജുനൂബും, അവന്റെ പുറത്തും അവന്റെ പാർശ്വങ്ങളിലുമെല്ലാം അതുകൊണ്ട് അള്ളാഹു കരിച്ചു കളയും. എന്നിട്ടോ അള്ളാഹ് പറയും, ഹാദാ മാ കൻസ്തും ലിഅൻഫുസിക്കും, നീ ദുനിയാവിൽ വെച്ച് നിനക്ക് വേണ്ടി സമ്പാദിച്ച സമ്പാദ്യമാണിത്. ഈ ശിക്ഷ അനുഭവിക്കൂടെ. നരകാഗ്നി കൊണ്ട് അള്ളാഹു ശരീരം മുഴുവൻ പൊള്ളിക്കുമ്പോൾ പറയുന്നതാണ്, ഹാദാ മാ കനസ്തും ലിഅൻഫുസിക്കും, നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നീ സമ്പാദിച്ച എന്താണ് അത് നീ ആസ്വദിച്ചു, നിന്റേതാണ്, ഇതൊക്കെ എനിക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാണ്ട് സ്വർണവും വെള്ളിയൊക്കെ സംഭരിച്ച് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കണം. ആ നിലക്ക് വിളിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖ്യങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, മഹനീയമായ സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാപ്പകലിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങളും ഈ സമയങ്ങളും സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. റസൂലുള്ള പറയുന്നു, ഇന്ന ഹാദ ഷഹർ, ഈ പരിശുദ്ധ റമളാൻ, ഖദ് ഹലറക്കും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരൊറ്റ രാത്രിയുണ്ട് ഈ മാസത്തിൽ. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ആ അനുഗ്രഹം, ആ നന്മ, ലൈലത്തുൽ ഖദറിന്റെ നന്മ ആർക്ക് അല്ലാഹു തടഞ്ഞുവോ അവൻ ഈ കൊല്ലത്തെല്ലാ നന്മയും തടഞ്ഞു, പിന്നെ അവനക്കൊരു നന്മയും കിട്ടൂല. ഉണ്ടോ? വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂം. നിർഭാഗ്യവാനായ ആളുകൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദറിന്റെ നന്മ അല്ലാഹു എടുത്തു കളയുള്ളൂ. റസൂലുള്ളാഹി പറയുന്നു, ഇന്നല്ലാഹ തആല വഹബലി ഉമ്മത്തി ലൈലത്തുൽ ഖദർ, എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. വലം യൂത്തിഹ മൻകാന ഖബ്ലക്കും, മുമ്പുള്ള ഒരു സമൂഹത്തിനും അല്ലാഹു ഇതുപോലുള്ള ഒരു രാവ് നൽകിയിട്ടില്ല. ഏതാണ് ആ രാവ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിർണിത രാത്രിയിലാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് മുഹമ്മദ് നിനക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ അനുഗ്രഹീതമായ ദിവസമാണ് ഖദറിന്റെ രാത്രി. അതിന് തഫ്സീർ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ രാവിലെ, ആ നിർണിത രാത്രിയിലെ അമലുഹ വ ഖിയാമുഹ വ സിയാമുഹ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യകരവും പ്രതിഫലാർഹവുമാണ് അതിലെ നമസ്കാരം, അതിലെ നോമ്പ്, അതുപോലെ തന്നെ അതിലുള്ള മറ്റെല്ലാ അമലുകളും. 1000 മാസത്തേക്കാൾ പ്രതിഫലം കിട്ടും. കേട്ടോ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന രാത്രിയാണ്. എല്ലാ മലക്കുകളും, റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ, ഇന്നൽ മലായികത തിൽക്കൽ ലൈല ഫിൽ അർളി, ആ രാത്രിയിൽ മലായിക്കത്തുകൾ ഭൂമിയിൽ അക്സറ മിൻ അദദൽ ഹസ, മണൽത്തരികളെക്കാൾ എണ്ണം അധികം ഇവിടെ ഇറങ്ങും. ഭൂമിയിലുള്ള മണൽത്തരികളെക്കാൾ എണ്ണം ഭൂമിയിൽ മലക്കുകളുടെ രാവ, അവരുടെ സാന്നിധ്യമുള്ള. അതുകൊണ്ട് ആ സാന്നിധ്യമുള്ള ദിവസങ്ങളിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. അതിനുള്ള അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും വിധം എല്ലാ നന്മകളിലും ശ്രദ്ധിക്കുക. മൻ അത്താഹുല്ലാഹു മാലൻ, അള്ളാഹു ധനം ഒരാൾക്ക് കൊടുത്തു, ഫലം യുഅദ്ദി സക്കാത്തഹു, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ മുസില്ലഹു സുജാൻ അക്ര, ഏറ്റവും ഉഗ്രവിഷമുള്ള ഒരു സർപ്പമായി നമ്മളുടെ സമ്പത്ത് രൂപാന്തരപ്പെടും. ലഹു സബീബത്താൻ യുത്തവ്യക്കുഹു യൗമൽ ഖിയാമ, അത് കഴുത്തിൽ ചുറ്റുന്ന ഒരു ഉഗ്രവിഷമുള്ള സർപ്പമായി മാറും. സുമ്മ യഹുദു ബിൽ ഹിസിമത്തെ, എന്നിട്ടത് അതിൻ്റെ കൊക്കുകൊണ്ട്, അതിൻ്റെ പല്ലുകൊണ്ട് ഈ പരലോകത്ത് കണ്ടാഭരണമായി അണിഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യനെ കൊത്തിയിട്ട് സുമ്മ യക്കൂൽ, പിന്നെ പാമ്പ് പറയും, അന മാലുക്ക വ അന കൻസുക്ക, ഞാനാണ് നിന്റെ ധനം, ഞാനാണ് നീ ഇതുവരെയും സമ്പാദിച്ച സക്കാത്ത് കൊടുക്കാത്ത നിധി കുംഭം ഞാനാണ്. ഈ പാമ്പ് പറയാൻ, ഞാൻ കൊത്തിക്കൊണ്ടാ പറയുന്നത്, അന മാലുക്ക വ അന കൻസുക്ക,
ഈ ആയത്തിന് ശേഷം സുമ്മത്തല റസൂലുള്ള, പിന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തോതി റസൂലുള്ള. ഏതായത്തോതി അറിയോ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ വിചാരിക്കരുത് ഹുവ ഖൈറുൽ ലഹും, അത് അവർക്ക് ഗുണകരമാണെന്ന്. ബൽ ഹുവ ഷർറുൽ ലഹും, അത് അവർക്ക് അപകടമാണ്. സയുതവ്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവരുടെ കഴുത്തിൽ അത് ദണ്ഡാഭരണമായി അണിയപ്പെടും. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളൂ, വലില്ലാഹി മീറാസു സമാവാത്തി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പൂർണ്ണ പരമാധികാരം അല്ലാഹ്ക്കുള്ളത്. നിങ്ങളൊക്കെ വിട്ടേച്ചു പോകും, ഒന്നും കൊണ്ടുപോകില്ല. അപ്പം അതിൻ്റെ മുമ്പ് കൊടുക്കാനുള്ളത് കൊടുക്കുക. എങ്ങനെ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ പരിഹാരമായിരിക്കണം. മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം, അല്ലാണ്ട് നിങ്ങൾ ഈ പള്ളിക്കൽ ഇങ്ങനെ ആരെയും പിരിവിന് വരുന്നവർക്ക് കൊടുക്കുന്നതല്ല. എല്ലാവരും എന്തായി അറിയോ? അതൊക്കെ കൊടുത്ത് വെച്ചിട്ട് ഇവിടെ എഴുതിയിട്ട് വെച്ചിട്ട് അതൊക്കെ സക്കാത്ത് പെടുത്തുക. അതൊക്കെ സദക്കയാവുള്ളൂ. നിങ്ങൾ കൊടുത്തോളി, നിങ്ങളെ കയ്യിൽ ഉണ്ടായിട്ടില്ല കൊടുക്കുന്നത്, കൊടുത്തോളി, അത് സദക്കയാവുള്ളൂ. സക്കാത്ത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ പരിഹാരം, അത് കൃത്യമായിട്ട് നിർവഹിക്കണം. അപ്പോൾ ഒരു കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾക്ക് നിങ്ങൾ സക്കാത്തിൻ്റെ മുതലാക്കി കൊടുക്കുന്നത്. അയാൾ ഡ്രൈവറാണ് എങ്കിൽ അയാൾക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്കുക, അതാണ് സക്കാത്ത്. എന്നിട്ട് അയാൾ അടുത്ത കൊല്ലം അയാളുടെ കുടുംബം പോറ്റിയിട്ട്, അതുകൊണ്ട് കുടുംബം പോറ്റിയിട്ട് അയാൾ സക്കാത്തുൽ മാലിലേക്ക് ബൈത്തുൽ മാലിലേക്ക് പൈസ അടക്കട്ടെ. ഈ നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഉമറുല്ലാന്റെ കാലത്തൊക്കെ സക്കാത്ത് പിരിച്ചിട്ട് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഒന്നും, സക്കാത്ത് കൊടുത്തിട്ട് കൊടുത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. അതൊന്നും ഈ ദുനിയാവൊന്നും ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇവിടെ എല്ലാവർക്കും വാങ്ങലാ പണി. അതിവിധം മാനം പോയാൽ മുകളിലെ പൈസ കിട്ടിയാൽ മതി. എല്ലാവർക്കും പൈസ കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണല്ലോ, പൈസ കിട്ടുമ്പോൾ പ്രയാസമാണ്. ചിലർക്ക് പൈസ കിട്ടിയാൽ മാനം പോയാലും കുഴപ്പമില്ല. ഒരു മാനവും ഇല്ല, ഉളുപ്പും ഇല്ലാണ്ടെങ്കിൽ നടക്കുക. യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടിയല്ല സക്കാത്ത്, അത് ആദ്യം മറക്കണ്ട. യാചകന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് സദക്കാവുള്ളൂ, അതെന്തല്ല സക്കാത്തിൻ്റെ മുതലല്ല. സക്കാത്തിൻ്റെ മുതൽ ആർക്കോ കൊടുക്കാമെന്ന് വിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിച്ച് പഠിക്കാം. അടുത്ത ആഴ്ച വിധിയുണ്ടെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ലൈലത്തുൽ ഖദറിന്റെ പുണ്യരാവിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തെത്തുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും സുസ്മേരഭദ്രന്മാരായി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി പരലോകത്ത് ഒത്തുകൂടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആ സമൂഹത്തിൻ്റെ പ്രയാസങ്ങളിൽ ഇടപെട്ട് അവർക്ക് സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മെ തേടി വരുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലും ശേഷിക്കുന്ന കാലങ്ങളിലും നിർവഹിക്കാൻ പോകുന്ന സകല ഇബാദത്തുകളും അമലുസാലിയാത്തുകളും റബ്ബ് സ്വീകരിച്ച് അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ വലം കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാവരുടെയും കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.